നമസ്കാരം ന്യൂസ് 3ലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. കൊച്ചി തീരത്തെ കപ്പൽ അപകടത്തിൽ കേസെടുത്ത് പോലീസ്. ലൈബീരിയൻ കപ്പൽ കമ്പനി ഒന്നാം പ്രതി. നഷ്ടപരിഹാരം മതിയെന്ന നിലപാട് തിരുത്തിയത് കോടതി ഇടപെടൽ മുന്നിൽ കണ്ട്. മനുഷ്യജീവൻ അപകടമുണ്ടാക്കുന്ന വിധം കപ്പൽ കൈകാര്യം ചെയ്തെന്ന് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസ് എഫ്ഐആർ. UDFന്റെ നയം തീരുമാനിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമി എന്നാരോപിച്ച് നിലമ്പൂരിലെ ലീഗ് കോട്ടകളിൽ വിള്ളൽ വീഴ്ത്തുവാൻ LDF. മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്തുന്ന രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്നവരാണവർ. അവർക്കാണ് അറിഞ്ഞുകൂടാത്തത്. അതുകൊണ്ട് തന്നെ ഈ സമീപകാലത്തുള്ള എല്ലാ തെരഞ്ഞെടുപ്പിലും അവരുടെ പിന്തുണയും ഇടതുപക്ഷത്തിനായിരുന്നില്ലേ. അതിനു മുൻപ് ഒരു UDFനെ പിന്തുണച്ചിട്ടുണ്ട്. വെട്ടിൽ വീഴാതെ UDF മറ്റേത് രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ പോലെയെന്ന് ലീഗ്. പാർട്ടി നേരത്തെയും UDFന്റെ കൂടെ വോട്ട് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFനായിരുന്നു വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ. കേരളത്തിന് പുറത്ത് ഇന്ത്യ രാജ്യത്താകമാനം അവരുള്ള സ്ഥലത്തൊക്കെ ഇന്ത്യ മുന്നണിക്കാണ് അവർ പിന്തുണ കൊടുത്തത്. നിലമ്പൂരിൽ വർഗീയതയെ കൂട്ടുപിടിക്കുന്നത് ആരെന്ന തർക്കം തുടരുന്നു. എക്സാലോജിക് കമ്പനിക്കെതിരായ ആരോപണങ്ങളിൽ മറുപടിയുമായി വീണ വിജയൻ. ബെനാമി കമ്പനി അല്ലെന്നും AKG സെന്റർ വിലാസം ഉപയോഗിച്ചിട്ടില്ലെന്നും ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം. മുഖ്യമന്ത്രിയുടെ മകളായതിനാൽ കേസിൽപ്പെടുത്തിയെന്നും വീണ. കൃഷ്ണകുമാറിനും മകൾക്കുമെതിരെ ജീവനക്കാരികളുടെ ആരോപണം പൊളിഞ്ഞു. ഒരു വർഷത്തിനിടെ 3 പേരുടെ അക്കൗണ്ടുകളിലെത്തിയത് ₹1.5 കോടിയിലേറെ. മൊഴി നൽകാൻ 2 ജീവനക്കാരികൾ സ്റ്റേഷനിലെത്തിയില്ല. വീടുകളിലില്ലെന്ന് പോലീസ്. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം കൂടുന്നു. രോഗം സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7000-ആയി. കൂടുതൽ കേരളത്തിൽ. പ്രധാനമന്ത്രിയെ സന്ദർശിക്കാനെത്തുന്നവർ കോവിഡ് ടെസ്റ്റ് നടത്തണമെന്ന നിർദ്ദേശം മന്ത്രിമാർക്കും ബാധകം. നമ്മളിനി അതിഥിയിലേക്ക് പോവുകയാണ്. നമ്മൾ ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് സെലിബ്രിറ്റികളുടെ മേക്കപ്പും ഡ്രസ്സിങ്ങും ഹെയർ സ്റ്റൈലിങ്ങും ഒക്കെ കാണാനും അതേക്കുറിച്ച് അറിയാനുമൊക്കെ, പ്രത്യേകിച്ച് നമ്മൾ സ്ത്രീകൾക്ക്. അങ്ങനെ ഒരാളാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയിരിക്കുന്നത്. സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റായ സുധി AR. സുധി, സ്വാഗതം ന്യൂസ് 3ലേക്ക്. നമസ്കാരം. താങ്ക് യു. ഓക്കെ, അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് പേർക്ക് കൗതുകമുള്ള കാര്യമാണ് ഈ നിങ്ങളുടെ സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാറ്. നല്ല ഗംഭീരമായിട്ട് അവരുടെ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ഇറക്കുന്നത് കാണുമ്പോൾ ഞങ്ങളിങ്ങനെ കൗതുകത്തോടെ നോക്കിയിരുന്നിട്ടുണ്ട്. എങ്ങനെയാണ് സുധി ഈ രംഗത്തേക്ക് വരുന്നത്? അതേക്കുറിച്ച് പറഞ്ഞു തുടങ്ങാം. ഞാനെങ്ങനെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദൈവാനുഗ്രഹമാണ് ഞാൻ എന്തായാലും ഈ ഒരു ഫീൽഡിലേക്ക് എത്തിച്ചേർന്നത്. അതിന് എൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും കൂടെ ഉണ്ട്. പറഞ്ഞോളൂ, കേൾക്കാം സുധി. എനിക്ക് സുധി കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നുള്ള പദവിയിലേക്ക് വരാൻ ഏറ്റവും കൂടുതൽ എന്നെ ഇതിലേക്ക് നയിച്ചത് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രഞ്ജുമാറാണ്. അവരുടെ കൂടെയാണ് ഞാൻ ഒരുപാട് വർക്കുകൾ കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്. പിന്നെ എൻ്റെ കരിയറിൽ സ്റ്റാർട്ട് ചെയ്തത് ഞാനിപ്പോൾ നമ്മളുടെ ചാനലുകളിൽ തന്നെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. കൈരളി ചാനലിൽ നമ്മുടെ താരോത്സവം തുടങ്ങി ഇങ്ങോട്ട്, പിന്നെ മഴവിൽ മനോരമ, അങ്ങനെ ഒത്തിരി ചാനലുകളിൽ ഞാൻ ഹെയർ സ്റ്റൈലിസ്റ്റായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ സുധി, ഇനി ചോദിക്കാനുള്ളത് ദീപി, നമ്മൾ പ്രത്യേകിച്ച് ഈ മാഗസീൻസിൻ്റെ ഒക്കെ കവർ ഫോട്ടോകൾ അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. അതിൽ ഏറ്റവും ശ്രദ്ധിക്കുന്നത് ഒന്ന് മേക്കപ്പും മറ്റൊന്ന് ഹെയറും ആയിരിക്കും, കോസ്റ്റ്യൂം ഒപ്പം. അപ്പോൾ ഈ ഹെയർ സെറ്റ് ചെയ്യുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആളുകൾക്കും, ഇപ്പോൾ സുധിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു സുധിയുടെ ഇൻസ്റ്റാ പേജ് നോക്കിയാൽ അറിയാൻ പറ്റും, ഒരുപാട് സെലിബ്രിറ്റികളുടെ കൂടെ ജോലി ചെയ്തിട്ടുണ്ട്.
പ്രത്യേകിച്ച് മമത മോഹൻദാസിൻ്റെയാണ് കൂടുതൽ വീഡിയോസ് കണ്ടിട്ടുള്ളത്. നിങ്ങൾ ഒരുപാട് അടുത്തിടപഴകുന്നതും ഒക്കെ കണ്ടു. അപ്പോൾ എങ്ങനെയാണ് അവരുമായിട്ടൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഓരോരുത്തരെയും കുറിച്ച് ഒന്ന് പറയാമോ? മമത എങ്ങനെയാണ്? ഞാൻ ചോദിക്കാം ഓരോരുത്തരെയും കുറിച്ച്. അയ്യോ, മമ്മൂസ് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. അയ്യോ, ഭയങ്കര ഡൗൺ ടു എർത്ത് പേഴ്സൺ. അതുപോലെ പേഴ്സണാണ് എല്ലാവരും, എല്ലാ ആർട്ടിസ്റ്റുകളും എനിക്ക് ഒരുപോലെ തന്നെയാണ്. അങ്ങനെ ഞാൻ ആരെയും സെപ്പറേറ്റ് ആയിട്ട് കാണാറില്ല. അവരുള്ളത് കൊണ്ടിട്ടാണ് അവർക്ക് ഒരു ജോലി, അവരുടെ ഒരു ആർട്ടിസ്റ്റ് ആയത് അവർക്കൊരു ജോലി ഉള്ളതുകൊണ്ടാണ് നമ്മൾക്ക് ജോലി ഉണ്ടാവുന്നത്. അതുകൊണ്ട് അവരെ നമ്മളൊരു ദൈവതുല്യമായിട്ടാണ് കാണുന്നത്. മമത അതേപോലെ തന്നെ എല്ലാവരും, പ്രിയാമണി, ഭാവന, നമ്മുടെ മഞ്ജു ചേച്ചി, എല്ലാവരും ഇഷ്ടംമാതിരി എല്ലാ സെലിബ്രിറ്റീസിൻ്റെ കൂടെ ഹെയർ ചെയ്യാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതെ, എനിക്ക് തോന്നുന്നു സംസാരം വളരെ കുറവുള്ള ആളാണെന്ന് തോന്നുന്നു. അത് തന്നെ നമ്മളുടെ ഇപ്പൊ ഞാനിപ്പോ അല്ലേ, നമ്മുടെ വർക്കിലാണ് കാര്യം എന്ന് പ്രതീക്ഷിക്കുന്ന ആളാണ്. നമ്മളെപ്പോഴും ഈ ക്യാമറയുടെ പുറകിൽ ജോലി ചെയ്ത് സത്യം ഈ ക്യാമറയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്തൊരു എന്താ പറയുക, നമ്മളെപ്പോഴും ക്യാമറയുടെ പുറകിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ ആസ്വദിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വളരെ സംസാരം പൊതുവെ കുറവാണ്. എല്ലാവരും അത് പറയാറുണ്ട്, സംസാരം വളരെ കുറവാണ് എന്നുള്ളത്. പക്ഷെ ഇന്നത് പറ്റില്ല. എൻ്റെ അടുത്ത് ക്യാമറ മുന്നിലുണ്ട് എന്നുള്ളത് ഓർക്കണ്ട. അതുകൊണ്ട് നമ്മൾ സംസാരിച്ചേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ചോദിച്ച ആ ചോദ്യങ്ങളിലേക്ക് ഞാൻ വരാം. കാരണം സുധിയുടെ ഒരു വന്ന വഴി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചോദിക്കണം. അമ്മ കാരണമാണെന്നൊക്കെ പറഞ്ഞ് സപ്പോർട്ടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞെങ്കിലും അതിലേക്ക് നമുക്ക് വിശദമായിട്ട് വരണം. നമുക്ക് ആദ്യം ഓരോ സെലിബ്രിറ്റികളെയും കുറിച്ച് അറിയണം. അപ്പം ഞാൻ മമത മോഹൻദാസിൻ്റെ കാര്യം ചോദിക്കാൻ തന്നെ ഉള്ളത്, ഈ വീഡിയോസിലൊക്കെ അത്രയും അടുത്തിടപഴകുന്നതൊക്കെ കണ്ടു. ഒപ്പം വളരെ റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തു. മമതയുടെ മേക്കപ്പ് സമയത്ത് പോലും ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ട് നിങ്ങളെയൊക്കെ എൻ്റർടൈൻ ചെയ്യിച്ചുകൊണ്ട് നിൽക്കുന്ന വീഡിയോസൊക്കെ കണ്ടു. അങ്ങനെ തന്നെയാണോ എപ്പോഴും? എപ്പോഴും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് ഇന്ന് വർക്ക് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ. നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് അതാണ് ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മേഖലയിലും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെയും വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. അങ്ങനെ അവർ ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ ആർട്ടിസ്റ്റ് അങ്ങനെ ഒരു ഇതില്ല. നമ്മളെപ്പോഴും നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നത്. മമതയെന്നല്ല കേട്ടോ, എല്ലാ ആർട്ടിസ്റ്റുകളും അതേപോലെ തന്നെയാണ്. ഇപ്പം ഞാനിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ഇവിടെ ഇപ്പം ഞാൻ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എല്ലാ മൂവീസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെയും എനിക്ക് ഭയങ്കര കംഫർട്ട് സോണാണ്. ഞാൻ ചെയ്യുന്ന തൊഴിലിടം എനിക്ക് ഭയങ്കര കംഫർട്ട് സോണാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ ജോലിയിൽ. എങ്ങനെയാണ് പിന്നെ അവർ തരുന്ന റെഫറൻസും കാര്യങ്ങളും ഉണ്ടാകും. പിന്നെ സ്റ്റൈലിസ്റ്റിൻ്റെ കൂടെ ഞാനത് ചോദിക്കാൻ വന്നത്. നമ്മളിപ്പോൾ ഒരാളുടെ കോസ്റ്റ്യൂം അനുസരിച്ചിട്ടായിരിക്കുമല്ലോ അവരുടെ ഹെയറും കൂടി വരുന്നത് അതിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ ആദ്യം ചെയ്യുന്നത് കോസ്റ്റ്യൂമാണോ, അതിനുശേഷമാണോ ഹെയർ സ്റ്റൈലിംഗ് അല്ലെങ്കിൽ മേക്കപ്പ്? അതിനൊരു ഓർഡർ ഉണ്ടോ സുധി എപ്പോഴെങ്കിലും ഒക്കെ? എന്തായാലും അവരുടെ കൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗിൻ്റെ കാര്യങ്ങൾ, ഇപ്പോൾ സ്റ്റൈലിസ്റ്റ് ആണെങ്കിൽ അവരൊരു റെഫറൻസ് നമുക്ക് തരും. പിന്നെ അത് ആർട്ടിസ്റ്റിന് കംഫർട്ട് ആണോ എന്ന് നോക്കും. അതിനുശേഷമാണ് നമ്മൾ മേക്കപ്പിൻ്റെ ലുക്ക് വേണം, ഇന്നതുപോലെ ചെയ്യാം, അതേപോലെ അതിന് ഹെയർ ഇതാണ്, ഹെയർ ഡ്യൂ ഇതേപോലെ ചെയ്യാം എന്നൊക്കെ നമ്മൾ അവരുടെയും കംഫർട്ട് സോൺ നോക്കിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് കൂടുതലും. നമ്മളിപ്പോ ഇതിൽ കാണുന്നത് ഒരുപാട് പേര് അനുശ്രീനെ കാണുന്നുണ്ട്, അതുപോലെ തന്നെ മമത, അതെ, തമിഴിലെ സ്നേഹ, അവരുടെ ഒക്കെ വീഡിയോസ് നമ്മൾ സൈഡിൽ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് താങ്കൾ വർക്ക് ചെയ്യുന്നു. ഒപ്പം ഹണി റോസിന്റെ കൂടെയുള്ള താങ്കളുടെ വീഡിയോ അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇങ്ങനെ മേക്കപ്പ് ചെയ്യണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഹെയർ ചെയ്താൽ നല്ലതായിരിക്കും എന്നൊക്കെ സജഷൻസ് തരുന്ന ഒരു താരം അതാരായിരിക്കും? അങ്ങനെ സജഷൻസ് അങ്ങനെയൊന്നും പറയാറില്ല കൂടുതലും. പിന്നെ എന്തെങ്കിലും കൂടുതലായിട്ടൊക്കെ എന്ന് വെച്ചാൽ എന്നിലുള്ള വിശ്വാസമാണ്. ഞാൻ ചെയ്യുന്നത് അവർക്ക് സ്യൂട്ടാണ്, അല്ലെങ്കിൽ അവർക്കത് അതിമനോഹരമായിട്ടൊരു ഔട്ട് പുറത്ത് വരും എന്നുള്ള ഒരു കോൺഫിഡൻറ്റിൽ തരുന്ന ആൾക്കാരാണ്. പിന്നെ കൂടുതലും പ്രിയാമണി, അതേപോലെ പിന്നെ മമത കുറേ സജഷൻസ് പറഞ്ഞു തരും. അതുപോലെ ചെയ്യാം, ഇതുപോലെ ചെയ്യാമെന്ന് മമത കുറേ പറയും. പിന്നെ കുറേ കാര്യങ്ങൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഫീൽഡ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാം നേരത്തെ പോലെയല്ല. ഇപ്പോൾ എല്ലാ സാധനങ്ങളും മേക്കപ്പിലാണെങ്കിലും ഹെയറിലാണെങ്കിലും
പ്രോഡക്റ്റ് ബേസ് പോവുകയാണെങ്കിൽ എല്ലാം അപ്ഡേറ്റ് പ്രോഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അത് നമ്മളെപ്പോഴും ഫോളോ ചെയ്ത് അതിനെ ഫോളോ അപ്പ് എടുത്ത് തന്നെ പോകേണ്ടി വരും. അപ്പോൾ അതിൽ കുറേ കാര്യങ്ങൾ നമുക്ക് അറിയാൻ പാടില്ലെങ്കിൽ കൂടുതൽ ഹെൽപ്ഫുള്ള് മമത എല്ലാ കാര്യങ്ങളും നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ആർട്ടിസ്റ്റാണ്. ഓക്കെ, ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഇപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുമ്പ് നമ്മളൊരു മേക്കപ്പ് റൂമിൽ പോയി മേക്കപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മളെക്കാൾ ഒരുപാട് നേരം മേക്കപ്പ് നിർത്തേണ്ട ഒരു ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും നേരത്തേക്കുള്ള മേക്കപ്പ് അവരുടെ പല ആളുകളുടെയും വൈകാരികമായ, അതായത് അവരുടെ എന്ത് മൂഡിലാണെങ്കിലും അവർ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്ത് നിന്ന് വർക്ക് ചെയ്യേണ്ടവർ എന്ന് പറയുന്നത് നിങ്ങൾ ഹെയർ സ്റ്റൈലിസ്റ്റുകളും അതുപോലെ തന്നെ ഈ മേക്കപ്പ് ചെയ്യുന്നവരും ഒക്കെ ആയിരിക്കുമല്ലോ സുധി. അപ്പോൾ നമ്മുടെ ഇടപെടൽ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരുടെ മൂഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഇടപെടേണ്ടത്. ഇപ്പോൾ അവരൊരു വല്ലാത്ത മൂഡിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഒരുപാട് ബ്ലാ ബ്ലാ എന്ന് സംസാരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ തമാശ പറയുകയാണെങ്കിൽ ചിലപ്പോൾ അത് അവർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല. ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്, അവരുടെ ക്യാരക്ടറും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ എപ്പോഴും അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ജോലിയല്ലേ. നമ്മളെപ്പോഴും നമ്മുടെ ജോലിയിൽ മാത്രം ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ അവരുടെ ഇത് അറിഞ്ഞ് പെരുമാറുക എന്നൊക്കെയുള്ളത്. സുധി അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അവർക്ക് എത്ര സ്ട്രെസ് ആണെങ്കിലും അത് നമ്മളുടെ അടുത്ത് അധികം അങ്ങനെ ഷെയർ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. പിന്നെ നമ്മളും ആ ഒരു മൂഡ് നോക്കിയിട്ട് നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടി കംഫർട്ടായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊന്നും ഞാൻ ഇതുവരെ ഹാൻഡിൽ ചെയ്തിട്ടില്ല ആക്ച്വലി. എനിക്ക് തോന്നുന്നു സുധിയുടെ ഒരു സ്വഭാവം വെച്ചിട്ട് സുധി ഒന്നും മിണ്ടില്ല, അങ്ങോട്ട് സംസാരിച്ചാലേ മിണ്ടുള്ളൂ എന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ ഇത്രയും നീളത്തിലൊരു ചോദ്യം ചോദിച്ചാൽ വളരെ ചുരുക്കിയാണ് ആൻസർ തരുന്നത്. അല്ല അങ്ങനെ ഇല്ല അങ്ങനെയല്ല. അതായത് ഇപ്പൊ അവരുടെ മൂഡ് നോക്കി നമ്മൾ ചെയ്യാന്നല്ല, നമുക്കൊരു റെഫറൻസ് അവർ ഓൾറെഡി തന്നിട്ടുണ്ടാവും. അപ്പൊ പിന്നെ നമ്മളത് വർക്ക് ചെയ്ത് അത് പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. ആരാണ് സുധിയുടെ ഒരു മാതൃക എന്ന് പറയുന്നത് ഈ ഫീൽഡിൽ? അല്ലെങ്കിൽ അങ്ങനെ കാണുന്ന ഒരാളുണ്ടോ, എനിക്ക് അങ്ങനെ അദ്ദേഹത്തെ പോലെ ആകണം എന്നൊക്കെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരുപാടെന്ന് പറയാനില്ല. എനിക്ക് ആകെ പറയാനുള്ളത് അംബിക മാം ആണ്, അംബിക പിള്ള. ഞാനത് മഴവിൽ മനോരമയിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്ത്, മിടുക്കി എന്ന് പറയുന്ന ഷോ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അംബിക മാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അംബിക മാം അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഡൽഹിയിലേക്കൊക്കെ വിളിച്ചതാണ് ഒരുപാട്. പിന്നെ ഇവിടെ നമ്മളുടെ ഇവിടം വിട്ടു പോകാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടിട്ട് ഞാൻ പോകാതിരുന്നത്. അത്രയും കേരളവുമായിട്ട് അടുപ്പമുണ്ടെന്നാണോ? സുധിയുടെ നാടെവിടെയാണ്? ഇവിടുത്തെ സുഹൃത്തുക്കൾ, ഈ ഫീൽഡിലെ സുഹൃത്തുക്കൾ, അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാനിവിടെ കൊച്ചിയിൽ തന്നെയാണ്. ഞാൻ കൊച്ചിയിൽ തന്നെയാണ്. എൻ്റെ കൂടെ കൊച്ചിൻ വൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട്. ഇവിടെ തന്നെയായിരുന്നു പഠിച്ചതും വളർന്നതൊക്കെ ഇവിടെ തന്നെയാണ്. പിന്നെ എനിക്ക് ഒത്തിരി യാത്രകൾ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമുള്ള ഒരാളാണ്. പക്ഷേ നമ്മളുടെ ഈ പ്രൊഫഷൻ വെച്ചിട്ട് പല യാത്രകളും വേണ്ട എന്ന് വെക്കേണ്ടി വരുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിലെനിക്ക് സങ്കടമൊന്നുമില്ല. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന ഓരോ സ്ഥലങ്ങൾ, അവിടെ പുതിയ ഫ്രണ്ട്സും പുതിയ പുതിയ സ്ഥലങ്ങളും, അങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഈ നമുക്ക് ഒരു മേക്കപ്പ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഭാഗത്ത് കിട്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന, എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു കമൻറ്റ് എന്ന് പറയുന്ന അവരുടെ വാവ് നന്നായിട്ടുണ്ട്, എനിക്ക് കോൺഫിഡൻ്റ് ആണ് ഞാൻ എൻ്റെ ഈ ഹെയർ സ്റ്റൈലിൽ എന്ന് അവർ പറയുമ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. അത് അങ്ങനത്തെ ഒരു അനുഭവം ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം. അതിലേറ്റവും കൂടുതൽ എനിക്ക് സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡസ്ട്രിയിലെ സെലിബ്രിറ്റികളെക്കാളും കൂടുതൽ എനിക്ക് എൻ്റെ ബ്രൈഡ്സ് ആണ്. എൻ്റെ ബ്രൈഡ്സ് ആണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഭയങ്കര ടെൻഷനിലായിരിക്കുള്ളൂ. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഈ വെഡിങ് ഡേയുടെ അന്ന് അവർക്ക് പല പല കാര്യങ്ങളിൽ വെച്ച് അവർ ഭയങ്കര ടെൻഷനിലായിരിക്കും. പക്ഷേ നമ്മൾ മേക്കപ്പും സാരിയും എല്ലാം കഴിഞ്ഞ് ഹെയർ സ്റ്റൈലെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഫുൾ കഴിയുമ്പോഴേക്കും ആ മിററിൽ കാണുമ്പോൾ അവരൊരു ചിരിയുണ്ട്. ആ ചിരി കാണുമ്പോഴുണ്ടല്ലോ, നമുക്ക് ഭയങ്കര സന്തോഷം. അതെന്താ പറയുന്ന, ആ ഒരു ചിരി നമുക്ക് ഒരുപാട് അവാർഡ് കിട്ടുന്നതിനേക്കാളും ഏറ്റവും വലിയ തുല്യമാണ് ആ ഒരു ചിരി.
ശരിയാണ് സുധി പറഞ്ഞത്. പ്രത്യേകിച്ച് നമ്മുടെ ഒരു ബിഗ് ഡേ എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ടെൻഷനിലായിരിക്കും. അതെ. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിൽ നമ്മൾ നേരത്തെ ഒക്കെ ആണെങ്കിൽ ട്രയൽ ഒന്നും ഇല്ലായിരുന്നല്ലോ. പണ്ടൊക്കെ കല്യാണത്തിന് നമ്മൾ നേരിട്ട് പോയി അന്ന് ഒരുങ്ങുന്ന എങ്ങനെയാണോ അതാണ് നമ്മുടെ ലുക്ക്. പക്ഷെ ഇപ്പോൾ ട്രയലൊക്കെ ഉണ്ട്. നേരത്തെ നമ്മളൊന്ന് ഒരുങ്ങി നോക്കും, സാരി എടുത്ത് നോക്കും, ഹെയർ സ്റ്റൈൽ ചെയ്ത് നോക്കും. അതൊക്കെ അതിനെക്കുറിച്ചൊക്കെ എങ്ങനെയാണ് സുധി? അങ്ങനെ തന്നെയാണോ ചെയ്യുന്നത്? നേരത്തെ ഒന്ന് എല്ലാം സെറ്റ് ചെയ്ത് അവരുടെ ഇഷ്ടങ്ങളും എല്ലാം നോക്കിയാണോ ചെയ്യാറ്? നമ്മളിപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു പറയുന്ന ഒരു പാർലർ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് പോയി ട്രയൽ ചെയ്ത് നോക്കാനോ ഒന്നും സമയം കിട്ടാറില്ല. ഒത്തിരി നമ്മൾ പുറത്തൊക്കെ പോയി ചെയ്യുന്നതുകൊണ്ടിട്ട് നമ്മൾ ആ സമയത്ത് ഓൺ സ്പോട്ടാണ് നമ്മൾ അവരുടെ ഹെയറിന്റെ ടെക്സ്ചർ എന്താണെന്ന് അറിയുന്നതും ഹെയർ ഡു എന്താണെന്ന് അറിയുന്നതും ഒക്കെ ആ ഒരു ടൈമിലാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് എനിക്ക് ചോദിക്കാനുള്ള, അങ്ങനെ ചെയ്തിട്ട് ഇങ്ങനെ അതെ, നമ്മൾ തമ്മിൽ സംസാരിക്കുന്നത്, താങ്കൾ കൊച്ചിയിൽ, ഞാൻ തിരുവനന്തപുരത്തായതുകൊണ്ട് ചെറിയ ലാഗ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഇടയ്ക്ക് കയറി സംസാരിക്കേണ്ടി വരുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ചെയ്തിട്ട് സുധി പറഞ്ഞതുപോലെ അത്രയും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ബ്രൈഡിനെ പെട്ടെന്ന് ഓർക്കാൻ പറഞ്ഞ ആരായിരിക്കും? അതായത് ഇന്ന് എന്നെ കണ്ണാടി കണ്ടപ്പോൾ ഞാൻ ഓക്കെയാണ്, ഭയങ്കര കംഫർട്ടാണെന്ന് പറഞ്ഞ് അത്രയും സന്തോഷവും ഗിഫ്റ്റും ഒക്കെ ചെയ്ത ആളാരായിരിക്കും ഒരു ബ്രൈഡിനെ ഓർക്കാൻ പറഞ്ഞാൽ? നമ്മുടെ ഡോക്ടർ രവി പിള്ള സാറിന്റെ മോള് ആരതി പിള്ള. അങ്ങനെ ഒത്തിരി ഉണ്ട്. ഒത്തിരി നമ്മളിപ്പോ പറഞ്ഞാൽ ഒരുപാട് ആൾക്കാരുണ്ട്. ഇനിയിപ്പോ അവര് പറയാ എന്താ എന്റെ പേര് പറയാതിന് ചോദിച്ചപ്പോ ഒരുപാട് കോളുകൾ വരും. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞപ്പോ തന്നെ എല്ലാവരും എന്റെ അടുത്ത് വിളിച്ചിട്ട് എന്നെ പറയാൻ മറക്കരുത് പറഞ്ഞ ഒത്തിരി പേരുണ്ട്. ഇപ്പൊ മേക്കപ്പില് ഞാനിപ്പോ എന്താ വെച്ചാൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലാതെ, ഇപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ കോമ്പറ്റീഷൻ ഇല്ലാത്ത രീതിയിലാണ് ഞാൻ വർക്ക് ചെയ്ത് പോകുന്നത്. എൻ്റെ ഒരു സ്ഥലം കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഇഷ്ടംമാതിരി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുണ്ട് നമുക്ക്. ഞാൻ എൻ്റെ ഒരു സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ സ്റ്റൈലിംഗ് ആണ്. അവിടെ വലിയ കോമ്പറ്റീഷനായിട്ട് ആരും ഇതേവരെ വന്നിട്ടില്ലാത്തത് കൊണ്ടാണ് സെലിബ്രിറ്റി ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞ് ഞാനെന്ന ഒരാൾ ഇവിടെ വന്നിരിക്കുന്നത് തന്നെ. തീർച്ചയായിട്ടും സുധി, എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കണം. ഞാൻ അതിലേക്ക് വരാം. സുധിയുടെ ഒരു യാത്ര, ഇതുവരെയുള്ള യാത്ര, ഒപ്പം ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മേഖലയിൽ ഉള്ള വെല്ലുവിളികളൊക്കെ ഉണ്ടാകുമല്ലോ, അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ. ഇന്ന് നമുക്കൊപ്പം ന്യൂസ് 3-യിലുള്ളത് സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റായ സുധിയാണ്. സുധി തുടരുന്നുണ്ട്. സുധി, നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ ഒരു ഫീൽഡിനെ കുറിച്ചാണ്. സുധി പറഞ്ഞതുപോലെ ഒരുപാട് പേര് മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന രംഗത്തേക്ക് ഒരുപാട് പേര് വരുന്നുണ്ട്. പക്ഷേ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്നതിന് മാത്രം, അല്ലെങ്കിൽ ഹെയറിന് വേണ്ടി മാത്രം ഒരാൾ എന്നുള്ളത് വളരെ കുറച്ച് പേരേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഞാൻ വളരെ സന്തോഷമായിട്ട് കാണുന്നൊരു മേഖലയാണ് എൻ്റെത്. അതായത് ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ പറഞ്ഞു, വലിയ കോമ്പറ്റീഷൻ ഇല്ല. അതുകൊണ്ട് ആരോടും വലിയ എന്താ പറയുന്നത്, വലിയൊരു ആ ഒരു കോമ്പറ്റീഷനിലേക്ക് പോകേണ്ട ആവശ്യമേ വരുന്നില്ല. ഞാൻ എൻ്റെ ഒരു വഴിയിൽ പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ആരും
പക്ഷെ ഒരുപാട് പേരില്ലേ സുധി മേക്കപ്പ് വിത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത്, കോസ്റ്റ്യൂം എല്ലാം കൂടി, അതായത് ഒരു പാക്കേജ് ആയിട്ട് തന്നെ ഒരാൾ ഏറ്റെടുത്ത് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളെ നമ്മൾ കാണാറുണ്ടല്ലോ. അവർക്കൊക്കെ ഒരുപാട് പേര് അവരെ വിളിക്കാറുമുണ്ട്. അവർക്കൊക്കെ അസിസ്റ്റൻസ് കാണും, പക്ഷെ മേൽനോട്ടം വഹിക്കുന്ന ഒരാളായിരിക്കും. പക്ഷെ സുധിയുടെ കാര്യം എടുക്കുമ്പോൾ സുധി മേക്കപ്പിലേക്കേ പോകാറില്ല, ഹെയർ സ്റ്റൈൽ മാത്രം. അത്യാവശ്യം മേക്കപ്പ് ചെയ്യും. അതായത് ഇപ്പൊ നമ്മളിപ്പോ അങ്ങനത്തെ ഒരു പ്രൊഫഷനിലേക്ക് പോവാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടിയിട്ട് വരുമ്പോഴേക്കും ഒരു വലിയൊരു പ്രശ്നമാണത്. ഇപ്പൊ മേക്കപ്പ്, കോൺസെൻട്രേഷൻ, ഹെയർ എല്ലാം കൂടി ചെയ്തു വരുമ്പോഴേക്കും ആകെ ഒരു ഹരിബറി ആവും. അപ്പൊ അതിനെല്ലാത്തിനും നല്ലത് ഹെയറിന് ഒരാള്, മേക്കപ്പിന് ഒരാള്, സാരി ഡ്രേപ്പിങ്ങിന് ഒരാള്, അസിസ്റ്റന്റ്, അങ്ങനെ ഒരു ക്രൂ ആയിട്ട്, അതായത് ഒരു ടീം വർക്ക് ആയിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും കൂടുതൽ ബെറ്റർ. എന്റെ എക്സ്പീരിയൻസിൽ ഞാൻ പറയാണ്. അത് ചെയ്യുന്ന നല്ല ആൾക്കാരുണ്ട്, ഒത്തിരി പേരുണ്ട് ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യുന്ന ആൾക്കാര്. ഈ ബ്രൈഡൽ ഹെയർ സ്റ്റൈലിംഗ് എന്ന് പറയുമ്പോൾ അതിന് എത്ര സമയം എടുക്കും? നമ്മൾ ഒരു ബ്രൈഡിനെ ഹെയർ മാത്രം ചെയ്യാനായിട്ട് നമ്മൾ എത്ര സമയമാണ് മിനിമം എടുക്കുന്നത്? ബ്രൈഡിന്റെ ഒരു ഹെയർ സ്റ്റൈലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു 1.5 വരും. 1.5 hour എന്തായാലും വരും. പക്ഷെ എനിക്ക് അത്ര സമയമൊന്നും കിട്ടാറില്ല. ഒബിയസ്ലി എല്ലാവർക്കും അത് അറിയാം, എൻ്റെ ബ്രൈഡ്സിനും അറിയാം. എൻ്റെ കൂടെ ഇപ്പം എൻ്റെ ഈ വർക്കിന് കൊണ്ടുപോകുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോൾ രഞ്ജിമ ആണെങ്കിലും, സൂര്യ ഇഷാൻ ആണെങ്കിലും, വികാസ്, ഒത്തിരി പേരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം എനിക്ക് കിട്ടുന്ന സമയം വളരെ കുറവാണ്. കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്നത് ആകെ ഞാൻ നോക്കുന്നത് എനിക്കൊരു 25 ഹാഫ് ആൻ അവറിനുള്ളിൽ ഞാൻ ഹെയർ ഡൂ ചെയ്ത് കഴിഞ്ഞിരിക്കണം. അതിന്റെ ഒരു സമയം ഞാൻ ചോദിച്ചത് ഇതാ, നേരത്തെ ഞാൻ ചോദിച്ചില്ല. അതായത് നമ്മൾ ആദ്യം കോസ്റ്റ്യൂം എല്ലാം ചെയ്ത് മേക്കപ്പും ചെയ്ത് കഴിഞ്ഞിട്ടാണോ ഈ ഹെയറിന് സമയം കിട്ടുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർഡർ എങ്ങനെയാണ്? അത് ഡിപ്പെൻഡബിൾ ആണ്. നമ്മൾ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിൽ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. ചിലപ്പോൾ ആദ്യം ഹെയർ സെറ്റ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ദിവസം തന്നെ 2-3 ബ്രൈഡ്സ് വരുവാണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്ത് നമ്മൾ സാരി ഡ്രേപ്പിന് ഒരാളെ നിർത്തും, ഒരു സ്ഥലത്ത് ഹെയർ സ്റ്റൈൽ ചെയ്യും, ഒരു സ്ഥലത്ത് മേക്കപ്പ്. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെയ്യേണ്ടതായിട്ട് അവസ്ഥകൾ ചില സമയത്തൊക്കെ വരാറുണ്ട്. പുതിയ വിവാഹം കഴിക്കാനിരിക്കുന്ന ആളുകളൊക്കെ നമ്മുടെ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ, സുധി ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാണുന്നുണ്ടെങ്കിൽ, സുധിയെ വിളിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുകയാണ്, അവര് ഈ ഏത് മോഡലാണ്? ഇപ്പം നമ്മൾ ഒരുപാട് പഴമയിലേക്കൊക്കെ പോകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പണ്ടത്തെ ആ ഒരു രീതിയിലേക്കൊക്കെ കുറേ പേര് ഹെയർ സ്റ്റൈൽ ചെയ്യുന്നുണ്ട്, അവരുടെ കോസ്റ്റ്യൂം ആണെങ്കിലും അങ്ങനെ ആ രീതിയിലൊക്കെ മാറുന്നുണ്ട്. ഇപ്പം എന്താണ് ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നത് ഈ ബ്രൈഡ്സിൻ്റെ കാര്യത്തിൽ ഹെയർ സ്റ്റൈൽ? ബ്രൈഡ്സിന്റെ കാര്യത്തിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം എന്താ പറയുക, ഈ ഒരുപാട് ബാക്കിലേക്ക് പോകുന്ന ഹെയർ സ്റ്റൈൽസ് ആണ് ഇപ്പോൾ ഒരുപാട് ബ്രൈഡ്സിന് ആവശ്യം. അതായത് പുതിയ ട്രെൻഡിങ് എന്ന് പറയുന്ന രീതിയിലേക്ക് പോകുന്നതിലും നല്ലത് അവർക്കൊരു മിനിമം ബ്രൈഡ്, അവർക്ക് സാധാരണ നമ്മളിപ്പോൾ ചെയ്യുന്ന കോമൺലി വരുന്നത് ഗുരുവായൂർ വെഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഓപ്പൺ ഹെയർ സ്റ്റൈല് വളരെ കുറച്ച് പോകും. ഇപ്പോൾ ബ്രൈഡ്സിനാകെ നമ്മൾ നേരത്തെയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് 10 മുഴം 15 മുഴം മുല്ലപ്പൂവൊക്കെ വാങ്ങി ചെയ്തിരുന്ന സ്ഥലത്തൊക്കെ ഗുരുവായൂർ വെഡിങ്ങിന് ഫസ്റ്റ് ലുക്കിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു 2 മുഴം പൂവ് അല്ലെങ്കിൽ 3 മുഴം പൂവ്, അതായത് ഓപ്പൺ ഹെയർ മതി എന്നാണ് കൂടുതൽ ബ്രൈഡ്സിനും ഇപ്പോൾ പറയുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി എല്ലാ ബ്രൈഡ്സിനും ഓപ്പൺ ഹെയർ പോകുന്നതാണ് ഇഷ്ടം. പിന്നെ ലുക്ക് ചേഞ്ച് ഒരു സെക്കൻഡ് ചേഞ്ച് വരുമ്പോഴേക്ക് മാത്രമാണ് പിന്നെ കുറച്ച് ഈ പറയുന്ന പൂവുകളുടെ നീളം കൂടി വരുന്നതും ഹെയർ ഡൂ മാറ്റുന്നതൊക്കെ വരുന്നത്. അത് അവരുടെ ഓരോ ഇഷ്ടങ്ങളാണ്. ഒരു ബ്രൈഡിനെ ഞാൻ ഇന്ന പോലെ ഇരിക്കണം, ഞാൻ ഇന്നത്തെ ദിവസം എൻ്റെ വെഡിങ് ഡേയിൽ ഞാൻ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ളത് അവരുടെ കൺസെപ്റ്റും കൂടെ നോക്കിയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, നേരത്തെ ഞാൻ ചോദിച്ചായിരുന്നു സെലിബ്രിറ്റീസിനെക്കാട്ടിലും എൻ്റെ ബ്രൈഡ്സ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ കമൻറ്റ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ സന്തോഷം തന്നിട്ടുള്ളതെന്ന് പറഞ്ഞെങ്കിലും ഒരുപാട് സെലിബ്രിറ്റീസിനെ ഹെയർ ചെയ്തിട്ടുള്ള ആളായതുകൊണ്ട് അവരിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ നന്നായിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യുന്ന ഒരാൾ ആരായിരിക്കും? മമതയെ നേരത്തെ പറഞ്ഞു. ഞാനിപ്പോൾ അങ്ങനെ എക്സ്പ്രസ്ഡ് ആയിട്ട് തോന്നിയത് ഞാൻ ഭയങ്കര ഞാൻ ഇത്രയും വർഷങ്ങൾ എനിക്ക് ഇത്രയും വർഷം എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഞാൻ ഇപ്പം ഈ നമ്മുടെ ഹേമമാലിനി മാമിന് വർക്ക് ചെയ്യാൻ പോയ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു പേടി എന്നല്ല, എനിക്ക് ആക്ച്വലി പേടിയില്ല, ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിൽ എനിക്ക് പേടിയില്ല. പക്ഷെ അവർ അത്രയും വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ഒരാളുടെ കൂടെ ഞാൻ ചെയ്യുമ്പോൾ എന്നിൽ എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടാവില്ല എന്നുള്ളൊരു ഭയം എനിക്കുണ്ടായിരുന്നു.
അപ്പോൾ എന്നിട്ടും ഞാനത് ഓവർകം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും അവർ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയതിൽ എനിക്ക് ഭയങ്കര സന്തോഷവും. അതായത് ഞാൻ വിചാരിച്ചു ശരിയാകൂല്ലേ എന്നുള്ളൊരു ടെൻഷൻ. പക്ഷെ അത് ഭയങ്കര ഹാപ്പി ആയിട്ട് ആ വർക്ക് എല്ലാം നന്നായിട്ട് നടന്നു. ഇഷ്യ ഉണ്ടായിരുന്നു, ഹേമമാലിനി മാമും ഉണ്ടായിരുന്നു. അപ്പൊ എൻ്റെ ഒരു യാത്ര ഇവിടെ നിന്ന് അവിടെ പോയി നിൽക്കുന്നതിൽ ഞാൻ ഒരുപാട് എന്താ പറയുക ഭയങ്കര സന്തോഷിക്കുന്നു. പിന്നെ അതേപോലെ തന്നെ എന്താ പറയുന്ന, ആക്ച്വലി എൻ്റെ ഒരു മേഖല ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഗോഡ് ഗിഫ്റ്റ് ആണ് എൻ്റെ ഒരു ജോബ്. എനിക്ക് അതിൻ്റെ പിന്നിലെ ബാക്കിലേക്ക് ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു ഈ പറയുന്ന പോലെ ആരുടെയെങ്കിലും ശേഷം ഇങ്ങനെ തുടർന്ന് വരിക എന്നുള്ള രീതിയിലല്ല ഞാൻ ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യമായിട്ടൊരു ഗോഡ് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയ ഒരു ജോബാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ യാത്രയെക്കുറിച്ച് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. സുധി പറഞ്ഞു അമ്മ ആഗ്രഹിച്ചു, ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു ഫീൽഡിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞു. പക്ഷെ അതിൻ്റെ പിന്നിൽ ഒരുപാട് എഫേർട്ട് ഉണ്ടല്ലോ. ഇപ്പോൾ ആദ്യം തന്നെ ഒരാളങ്ങ് സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞ് വരികയല്ലോ. ആ വഴി എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്. ആ ഒരു വഴിയെക്കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു വന്നത്? ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നത് അല്ലെങ്കിൽ വെല്ലുവിളികളൊക്കെ ഏത് രീതിയിലായിരുന്നു? യാത്രയിൽ ഒരു വെല്ലുവിളി എന്ന് പറയുന്നതായിട്ടൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ ഒത്തിരി നാൾ ഞാൻ പാർലറിൽ, ഒത്തിരി നാളെന്ന് വെച്ചാൽ ഒരു 5 years ഞാൻ പാർലറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ആ പാർലറിൽ നിന്ന് വർക്ക് ചെയ്തതിൻ്റെ പേരിലാണ് എനിക്ക് ഹെയറിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ഹെയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് രീതിയിൽ ചെയ്യണം, അതിനെ എന്ത് രീതിയിൽ എടുക്കണം എന്നൊക്കെ ഉള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണ് ഞാൻ ആ ഒരു മേഖല തന്നെ തിരഞ്ഞെടുത്തത്. പിന്നെ എനിക്ക് ഇത് ചെയ്യുന്നതിന് ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിരുന്നു, ഞാനിപ്പോൾ ഒരു സെലിബ്രിറ്റി ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് ഞാൻ പറയുകയാണെങ്കിൽ, ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു രഞ്ജുമാറാണ്, അവരുടെ കൂടെയാണ് ഞാൻ കൂടുതലും വർക്ക് ചെയ്തിരിക്കുന്നത്. സെലിബ്രിറ്റീസിൻ്റെ കൂടെ ആണെങ്കിലും ഇപ്പോൾ ഒത്തിരി വെഡ്ഡിങ് ആണെങ്കിലും ഒരുപാട് ജോലി ഹെയറിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഞാൻ തന്നെയാണ്. ഇപ്പോൾ രഞ്ജിമ അല്ലെങ്കിൽ തന്നെ നമ്മളുടെ സൂര്യ ഉണ്ട്, ഈ വികാസിൻ്റെ കൂടെ ഉണ്ട്, ഒത്തിരി ആൾക്കാരുണ്ട്. ആരുടെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. ശരി, എന്തായാലും അതാണ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത്. സുധി വന്നപ്പോൾ തൊട്ട് ആരുടെയെങ്കിലും പേര് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അവരെല്ലാവരും ക്ഷമിക്കും. എന്തായാലും നല്ലൊരു ഒരുപാട് ആളുകൾ ഇനിയും നന്നായി ഹെയർ സ്റ്റൈൽ ചെയ്യാൻ കഴിയട്ടെ, താങ്കളുടെ എല്ലാ സ്വപ്നങ്ങളും നടക്കട്ടെ. ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു വെല്ലുവിളികളും ഉണ്ടായില്ല പ്രത്യേകിച്ച് എന്ന് പറയുമ്പോൾ അങ്ങനെ സ്മൂത്തായിട്ട് തന്നെ ലൈഫ് മുന്നോട്ട് പോകട്ടെ. ഞങ്ങൾക്ക് അതിഥിയായി എത്തിയതിന് വളരെയധികം നന്ദി. താങ്ക് യു സുധി. താങ്ക് യു. ന്യൂസ് 3 പൂർണ്ണമാകുന്നു. നമസ്കാരം.